ഹലോ നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. അപൂർവമായിക്കൊണ്ടിരിക്കുന്ന ഒരു അത്ഭുത മരത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. നമ്മുടെ നാട്ടുമ്പുറത്തൊക്കെ സമൃദ്ധമായി വളർന്നിരുന്നതും എന്നാൽ ഇന്ന് നമ്മുടെ നാട്ടുമ്പുറത്തൊക്കെ അപൂർവമായി കാണുന്നതുമായ ഒരു മരമാണ് നിങ്ങൾ ഈ കാണുന്നത്. ദൂരെ നിന്ന് നോക്കിയാൽ കായ്ച്ചു നിൽക്കുന്ന ഈ മരം ഏതാണെന്ന് പലർക്കും പെട്ടെന്ന് മനസ്സിലായെന്ന് വരില്ല. ഇതാണ് സിൽക്ക് കോട്ടൺ ട്രീ, അതായത് നമ്മുടെ മലയാളികളുടെ പഞ്ഞിമരം അല്ലെങ്കിൽ ഇലവു മരം. ഈ മരത്തിൽ നിൽക്കുന്ന നീളമേറിയ പച്ച കായ്കൾ നിങ്ങൾ കണ്ടോ? ഇതിനുള്ളിലാണ് നമ്മൾ തലയിണയ്ക്കും മെത്തയ്ക്കും ഉപയോഗിക്കുന്ന മൃദുവായ പഞ്ഞി ഒളിഞ്ഞിരിക്കുന്നത്. ഈ പഞ്ഞിമരത്തിൻ്റെ ശാസ്ത്രീയ നാമം സീബ പെൻഡാൻട്ര എന്നാണ്. ഈ മരത്തിൽ കായ്കൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത് പാകമാകാൻ കുറച്ച് മാസങ്ങളെടുക്കും. ഇതിലിപ്പോൾ പച്ചയും ഉണങ്ങിയതുമായ കായകളുണ്ട്. ഈ കായയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഈ കാണുന്ന കായ്ക്ക് തുടക്കത്തിൽ നല്ല ഭാരം ഉണ്ടായിരിക്കും. എങ്കിലും ഇത് പഴുത്ത് ഉണങ്ങുന്നതോടെ ഉള്ളിലെ ജലാംശം നഷ്ടപ്പെട്ട് ഭാരം കുറയുന്നു. ഇങ്ങനെ ഉണങ്ങിയ കായകൾ മരത്തിൽ ഇരുന്ന് തന്നെ പൊട്ടുകയും അതിനുള്ളിൽ നിന്ന് വെളുത്ത് പട്ടുപോലുള്ള പഞ്ഞി പുറത്ത് കാറ്റിൽ പറന്നു നടക്കുകയും ചെയ്യുന്നു. അതിൻ്റെ വിത്തുകൾ ദൂരേക്ക് എത്തിക്കാൻ കണ്ട ഒരു വിദ്യയാണിത്. എന്തുകൊണ്ടാണ് ഇതിൻ്റെ പഞ്ഞിക്ക് ഇത്ര ഡിമാൻഡ് എന്നറിയാമോ? ആഗോളതലത്തിൽ ഇതിനെ കബോക്ക് എന്നാണ് വിളിക്കുന്നത്. സാധാരണ പരുത്തി പഞ്ഞിയേക്കാൾ 8 ഇരട്ടി ഭാരം കുറവാണ് ഈ പഞ്ഞിക്ക്. മാത്രമല്ല വെള്ളത്തെ പ്രതിരോധിക്കാനുള്ള കഴിവുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. പണ്ടുകാലത്തെ ലൈഫ് ജാക്കറ്റിൽ പോലും ഈ പഞ്ഞി ഉപയോഗിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അത്രയും മികച്ച ഫ്ലോട്ടിംഗ് കപ്പാസിറ്റി ഈ പഞ്ഞിക്കുണ്ട്. ഈ പഞ്ഞിമരത്തിലെ പഞ്ഞി ഉപയോഗിച്ചുണ്ടാക്കുന്ന തലയണകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇത് ചൂട് ആഗിരണം ചെയ്യില്ല. അതുകൊണ്ട് തന്നെ വേനൽക്കാലത്ത് ഈ തലയണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല തണുപ്പ് കിട്ടും. കൃത്രിമമായി ഉണ്ടാക്കുന്ന സിന്തറ്റിക് ഫൈബറുകളേക്കാൾ എത്രയോ ആരോഗ്യകരമാണ് നമ്മുടെ ഈ നാടൻ പഞ്ഞി. നമുക്കിതിൻ്റെ ഉണങ്ങിയ കായൊന്ന് നോക്കാം. ഇത് കണ്ടോ? ഇതാണ് ഇതിൻ്റെ ഉണങ്ങിയ കായ. ഇത് പൊട്ടിക്കഴിഞ്ഞാൽ ഇതുപോലെ പഞ്ഞിയും വിത്തുമായിട്ട് പുറത്ത് വരും. നമുക്ക് അതിശയം തോന്നുന്ന രീതിയിലാണ് നമുക്ക് ഇതിൻ്റെ പഞ്ഞി പുറത്ത് വരുന്നത്. അതായത് ഒരു കായ്ക്കുള്ളിൽ നിന്ന് ഒത്തിരി പഞ്ഞി, ഇത്രയും പഞ്ഞി അതിനകത്ത് എങ്ങനെ ഇരുന്നു എന്ന് നമുക്ക് അതിശയം തോന്നും. അത്രയ്ക്കുണ്ടാവും ഒരു കായ്ക്കുള്ളിൽ. ആയുർവേദത്തിലും നാട്ടുചികിത്സയിലും പണ്ട് മുതൽ ഇതിൻ്റെ തൊലി, വേര്, പൂവ്, കായ്, ഇതിൽ നിന്ന് ലഭിക്കുന്ന പശ എന്നിവയെല്ലാം വിവിധ രോഗങ്ങൾക്കുള്ള ചികിത്സയിൽ ഉൾപ്പെടുത്തിയിരുന്നു. പഞ്ഞിമരത്തിൻ്റെ ഇലകളും തൊലിയും അരച്ച് പുരട്ടുന്നത് മുറിവുകൾ വേഗത്തിൽ ഉണങ്ങാൻ സഹായിക്കും. ഇതിന് ആൻറ്റിസെപ്റ്റിക് ഗുണങ്ങളുണ്ട്. പണ്ടുകാലത്ത് വീക്കങ്ങൾ കുറയ്ക്കാനും ഇതിൻ്റെ തൊലി അരച്ച് കെട്ടാറുണ്ടായിരുന്നു. അതിസാരം പോലുള്ള അസുഖങ്ങൾക്ക് പഞ്ഞിമരത്തിൻ്റെ പശയും തൊലിയും അരച്ച് ഔഷധമായി ഉപയോഗിക്കാറുണ്ടായിരുന്നു. ഇത് വയറിലെ അസ്വസ്ഥതകൾ കുറയ്ക്കാൻ സഹായിക്കുന്നു. ആയുർവേദത്തിൽ ശാൽമലി എന്നാണ് ഈ മരം അറിയപ്പെടുന്നത്. രക്തപിത്തം പോലുള്ള അവസ്ഥകളിൽ ഇത് ഫലപ്രദമാണെന്ന് പറയപ്പെടുന്നു. പഞ്ഞിമരത്തിൻ്റെ തടിയിൽ നിന്ന് കിട്ടുന്ന ചുമന്ന നിറത്തിലുള്ള പശയെ മോചരസം എന്നാണ് പറയപ്പെടുന്നത്. ഇത് ആയുർവേദ മരുന്നുകളിൽ പ്രധാന ഘടകമാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത്തരം ഔഷധപ്രയോഗങ്ങൾ ആരും സ്വയം പരീക്ഷിക്കരുത്. ഒരു ആയുർവേദ ഡോക്ടറുടെയോ വിദഗ്ധൻ്റെയോ നിർദ്ദേശം തേടേണ്ടത് അനിവാര്യമാണ്. ഇതൊരു അറിവിലേക്കാണ് ഇവിടെ പറയുന്നത്. ഇന്ന് റബ്ബർ തോട്ടങ്ങൾക്കും മറ്റും വഴിമാറി ഇത്തരം വലിയ മരങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്നും അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. പ്രകൃതിദത്തമായ പഞ്ഞി ലഭിക്കാൻ ഇത്തരം മരങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടത് അനിവാര്യമാണ്. നിങ്ങളുടെ പറമ്പിലോ പരിസരത്തോ ഇങ്ങനെയുള്ള പഞ്ഞി മരങ്ങളുണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുകൂടാതെ നിങ്ങളുടെ കൂട്ടുകാർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.